പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്കൊരുമിച്ച് ദൈവവചനം ശ്രവിപ്പാൻ കർത്താവ് സഹായിച്ച വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ലത് മാത്രം നമുക്ക് വന്നു ഭവിക്കണമെന്നും നല്ലത് നമുക്ക് ലഭിക്കണമെന്നും നല്ലത് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ആദിമ പിതാക്കന്മാർ അധികം നല്ലതിനെ, അതായത് സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 15-16 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോയിരിക്കുന്നു. താൻ പോയി നമുക്ക് വേണ്ടി ഭവനമൊരുക്കിയാൽ നമ്മെയും വന്ന് ചേർത്തുകൊള്ളുമെന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദത്തം പ്രാപിച്ചവരായ നാം എത്രമാത്രം അധികം ആ നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിക്കണം. മറിച്ച് നാം വിട്ടുവന്ന പാരമ്പര്യങ്ങളെയും ആ അനുഭവങ്ങളെയും ഓർത്ത് മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, അവിശ്വാസികളായി തീരുന്നവരായിട്ടല്ല, മുൻപേ ഇരുന്നതുപോലെ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കുന്നവരായിട്ടല്ല. നാം ഓർക്കേണ്ടത് നാം വിട്ടുപോകുന്നതിനെയല്ല, പക്ഷേ നാം കാംക്ഷിക്കേണ്ടതും നാം ആഗ്രഹിക്കേണ്ടതും അധികം നല്ലതിനെ, നാം ഇനി പ്രാപിക്കുവാൻ ഉള്ള അധികം നല്ലതിനെ. അധികം നല്ലതെന്ന് ഈ ഭൂമിയിൽ നമുക്ക് പറയുവാൻ യാതൊന്നും തന്നെയില്ല. കാരണം ഈ ഭൂമിയിൽ നാം ഇന്ന് കാണുന്ന സകലതും നശിച്ചു പോകേണ്ടതിനാവുന്നു. അങ്ങനെയാണെങ്കിൽ അധികം നല്ലതെന്ന് പറയുമ്പോൾ സ്വർഗീയമായതിനെ, കർത്താവ് നമുക്കൊരുക്കിയിരിക്കുന്ന ആ വാസസ്ഥലത്തെ, ആ രാജ്യത്തെ, ആ പട്ടണത്തെ നാം അധികമായി കാംക്ഷിക്കുന്നവരായിരിക്കണം. ഇവിടെ ആദിമ പിതാക്കന്മാരായ ഹാബേൽ, ഹനോക്ക്, നോഹ, അബ്രഹാം തുടങ്ങിയ വിശുദ്ധന്മാരൊക്കെയും അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല എങ്കിൽ അവർ പഴയതിലേക്ക് മടങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ അവർ ആ സ്വർഗീയമായതിനെ കാംക്ഷിച്ചതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. നാമും ഇന്നും പറയുന്നതല്ല അബ്രഹാമിൻ്റെ ദൈവം, നോഹയുടെ ദൈവം, ഹാനോക്കിൻ്റെ ദൈവം, ഹാബേലിൻ്റെ ദൈവം. അതിൻ്റെയൊക്കെ പിൻപിൽ ഒരു ത്യാഗമനോഭാവം, ത്യാഗമുള്ള ജീവിതം അവർക്കുണ്ടായിരുന്നു. അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തോടു കൂടെ നടന്നു, വിശ്വസ്തരായിരുന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അനുസരിക്കുന്നവരായിരുന്നു, ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരായിരുന്നു. ആയതുകൊണ്ട് ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായതൊക്കെ കർത്താവ് നമുക്ക് ഒരുക്കും. യഹോവയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ അതിലുപരിയായി ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നശിച്ചു പോകാത്ത ഈ ഭൂമിയിലെ യാതൊരു കൊള്ളക്കാർക്കോ പുഴുവിനോ ഒന്നിനും നശിപ്പിക്കുവാൻ കഴിയാത്തതായ ആ സ്വർഗീയ ആ നിക്ഷേപത്തിനായി, ആ അനുഗ്രഹത്തിനായി, ആ അധികം നല്ലതിനായി നമുക്ക് കാംക്ഷിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നുവല്ലോ, മാൻനീർത്തോടുകളിലേക്ക് ചൊല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ഉള്ളം നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അതെ, ഈ ഭൂമിയിലെ ഏത് ബന്ധങ്ങളെക്കാളും ഉപരി ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നമുക്കധികമായി വാഞ്ചിക്കാം. കാരണം ആ കർത്താവാണ് നമ്മെ ചേർക്കുവാൻ പോകുന്നത്. മനുഷ്യരൊക്കെ ഒരു നാൾ നമ്മെ വിട്ടുപോകും. ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. എന്തു തന്നെ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, പ്രതികൂലങ്ങൾ വന്നാലും
വിട്ടുപോകുന്നതിനെ ഓർത്ത് മടങ്ങിപ്പോകുവാനല്ലല്ലോ കർത്താവ്, അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാംക്ഷിച്ച് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ, ആ സ്വർഗീയാവകാശം പ്രാപിക്കുവാൻ നിങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളും നിറച്ചായിട്ട് പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.